വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തോബിയാസ് റഗുവേലിനോട് തന്നെയെയും സാറായെയും മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചയക്കാൻ അപേക്ഷിച്ചതനുസരിച്ച് റഗുവേൽ തോബിയാസിന് ഭാര്യയായ സാറയെയും സ്വത്തിൽ പകുതിയും നൽകി അവരെ അനുഗ്രഹിച്ച് യാത്രയാക്കി. റാഫേൽ പറഞ്ഞു, തോബിയാസ്, നിന്റെ പിതാവിന് കാഴ്ച ലഭിക്കുമെന്ന് എനിക്കറിയാം. മത്സ്യത്തിൻ്റെ കയ്പ അവൻ്റെ കണ്ണുകളിൽ പുരട്ടണം. ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ അവൻ കണ്ണു തിരുമ്മും. അപ്പോൾ വെളുത്ത പാടകൾ പൊഴിഞ്ഞു വീഴുകയും അവൻ നിന്നെ കാണുകയും ചെയ്യും. ദൂതൻ നിർദ്ദേശിച്ചതനുസരിച്ച് മത്സ്യത്തിൻ്റെ ചങ്കും കരളും തോബിത്തിൻ്റെ കണ്ണിൽ പുരട്ടിയപ്പോൾ അവൻ്റെ അന്ധത മാറി കാഴ്ച തിരിച്ചു കിട്ടി. രഘുവേലിൻ്റെ വീട്ടിലേക്കുള്ള സന്ദർശനവും വിവാഹവും എല്ലാം തോബിയാസിൽ നിന്നറിഞ്ഞ തോബിത്ത് ദൈവത്തിന് നന്ദി ചൊല്ലി പ്രാർത്ഥിച്ചു. അവൻ തൻ്റെ മരുമകൾ സാറായുടെ അടുത്തെത്തി അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ, സ്വാഗതം. നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. നിന്റെ മാതാപിതാക്കൾ അനുഗ്രഹീതരാണ്. അങ്ങനെ നിനവേയിൽ അവൻ്റെ സഹോദരരുടെ ഇടയിൽ ആനന്ദം കളിയാടി. തോബിത്ത് 11-ാം അധ്യായം 17-ാം തിരുവചനം. ഈ സമയം റാഫേൽ തന്നെ വെളിപ്പെടുത്തി ഇപ്രകാരം അരുളി ചെയ്തു, നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു. നീ മൃത്യരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു. ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് നീ മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആകയാൽ നിന്നെയും നിന്റെ മരുമകൾ സാറായെയും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ റാഫേലാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ. അവർ ഇരുവരും സംഭ്രാന്തരായി ഭയത്തോടെ അവർ കമിഴ്ന്നു വീണു. ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക, സംഭവിച്ചതെല്ലാം എഴുതി സൂക്ഷിക്കുക, ഞാൻ എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക് മടങ്ങുകയാണെന്ന് പറഞ്ഞ് റാഫേൽ മാലാഖ അപ്രത്യക്ഷമായി. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.